കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പകൽക്കാലം യേശു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന കർത്താവിൽ ആശ്രയിക്കാം, ശരണപ്പെടാം. ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന് മേൽ ഇടപെടുവാൻ അധികാരമുള്ള കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കയീനെ പ്രസവിച്ചു. അപ്പോൾ ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ കുടുംബജീവിതം നയിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് ദൈവം ഒരു മകനെ കൊടുക്കുകയാണ്. അവൻ്റെ പേര് കയീൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂമിയിലേക്ക് ആദ്യമായി ജനിച്ചു വീണ ഒരു വ്യക്തി എന്ന് പറയുന്നത് കയീനാണ്. കയീന് ശേഷം വീണ്ടും അവർക്കൊരു മകനെ ദൈവം കൊടുക്കുന്നു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. കയീനും ഹാബേലും. വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ 5-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് കാണുന്നു. അപ്പോൾ അനേകം പുത്രന്മാർ പുത്രിമാർ അവർക്കുണ്ടായി എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പേരാണ് കയീനും ഹാബേലും എന്ന് പറയുന്നത്. കയീനും ഹാബേലിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, കയീനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനും ആയിരുന്നു എന്നാണ്. ആടുകളെ മേയ്ക്കുന്ന ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹാബേൽ എന്ന് കാണുവാൻ കഴിയുന്നു. കയീൻ എന്ന് പറയുന്നത് അവനൊരു കൃഷിക്കാരനാണ്. നിലത്ത് അധ്വാനിച്ച് കൃഷിഫലം കൊയ്തെടുത്തിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ 2 പേരും വ്യത്യസ്തമായിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവരികയാണ്. അതോട് ചേർന്ന് ഹാബേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ 2 പേരും കൊണ്ടുവരികയാണ്. വ്യത്യസ്തമായ സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. കൃഷിയിടങ്ങൾ അധ്വാനിച്ച അതിലെ ഫലം കയീൻ കൊണ്ടുവന്നപ്പോൾ, ഹാബേൽ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. 4-ാം വാക്യ അവസാന ഭാഗം പറയുന്നത്, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ ദൈവം ഒന്നാമത് ഹാബേലിൽ പ്രസാദിച്ചു, തുടർന്ന് അവൻ അർപ്പിച്ച വഴിപാടിലും പ്രസാദിച്ചു. നാം അർപ്പിക്കുന്ന വഴിപാടിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മിൽ ദൈവത്തിന് പ്രസാദമുണ്ടായിരിക്കണം. നമ്മിൽ ദൈവത്തിന് താല്പര്യമില്ലെങ്കിൽ നമ്മിൽ നിന്ന് പുറപ്പെടുന്നതിലും അവന് താല്പര്യമില്ല, അവന് പ്രസാദിക്കുവാൻ കഴിയത്തില്ല. പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്, കൂട്ടായ്മയൊക്കെ കൂടുന്നുണ്ട്, ആത്മീയ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്നിൽ ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിലും ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയത്തില്ല. കയീനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുവൻ്റെ സമർപ്പണത്തിൽ ദൈവം പ്രസാദിച്ചു, അവൻ അർപ്പിച്ചതിൽ ദൈവം പ്രസാദിച്ചു. ഒരുവൻ്റേതിൽ ദൈവം പ്രസാദിച്ചില്ല.
കാരണം കയനിൽ ദൈവത്തിന് പ്രസാദമുണ്ടായില്ല. അതുകൊണ്ട് അവനിൽ നിന്ന് അർപ്പിക്കപ്പെട്ടതിലും ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഈ ആത്മീയ ചിന്തകളെ ശ്രവിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിന്നിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിലും ദൈവത്തിൻ്റെ കരസ്പർശനമുണ്ട്. ലോകമനുഷ്യൻ നിന്നിൽ പ്രസാദിച്ചിരിക്കാം, നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിൽ പ്രസാദിച്ചിരിക്കാം. എന്നാൽ ലോകത്തെ നിർമ്മിച്ചവൻ നിന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? നിന്നോട് താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ, പ്രിയമുണ്ടോ? അങ്ങനെ നിന്നിൽ നിന്ന് പുറപ്പെടുന്നതിലും കർത്താവിന് ഇഷ്ടമുണ്ട്, പ്രിയമുണ്ട്. കർത്താവ് നിന്നെ ആഴമായി ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ദൈവപ്രസാദമുള്ള ഒരു വ്യക്തിയായി ഈ കാലഘട്ടങ്ങളിൽ ഭൂമിയുടെ വരപ്പിൽ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകമനുഷ്യൻ്റെ പ്രീതി സമ്പാദിക്കുവാനല്ല. കർത്താവേ, നീ പ്രസാദിക്കുന്ന ഒരു വ്യക്തിയായി ജീവിപ്പാൻ കർത്താവടിയനെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.